ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് രാജ്യത്തിന്റെ വീരോചിതമായ വിട. ഇന്ത്യയുടെ അഭിമാനമാണ് MiG-21 വിമാനങ്ങളെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എത്തിയ കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിൽ സന്ദർശനം പൂർത്തിയാക്കി. രാജ്യവ്യാപകമായി 4G സേവനങ്ങൾ നാളെ മുതൽ ലഭ്യമാക്കുവാനൊരുങ്ങി BSNL. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ മാസം 30-ന് പൊതു അവധി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി ഇന്ത്യൻ വ്യോമസേന. 60 വർഷം നീണ്ട ഐതിഹാസിക സേവനങ്ങൾക്ക് ശേഷമാണ് MiG-21 വ്യോമസേനയോട് യാത്ര പറഞ്ഞത്. ഇൻഡോ പാക് യുദ്ധത്തിലടക്കം നിർണായക സംഭാവന നൽകിയ MiG-21 രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് MiG-21ന്റെ അവസാന പറക്കലിന് നേതൃത്വം നൽകി. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും മറ്റ് സേനാ മേധാവിമാരും ചടങ്ങിൽ സന്നിഹിതരായി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി എത്തിയ കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിലെ സന്ദർശനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രാവിലെ വടവന്നൂർ പാടത്തിലെ കർഷകരുമായി ചർച്ച നടത്തിയാണ് സംഘം ജില്ലയിലെ സന്ദർശനം ആരംഭിച്ചത്. തുടർന്ന് കൊല്ലങ്കോട്, പൊൽപ്പുള്ളി, മലമ്പുഴ എന്നിവിടങ്ങളിലെ കർഷകരെ നേരിട്ട് കണ്ട കേന്ദ്ര സംഘം എലപ്പുള്ളി, പാഡിക്കോയും സന്ദർശിച്ചു. ജില്ലയിലെ കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര സംഘത്തിന് നേതൃത്വം നൽകുന്ന കാർഷിക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി S. രുക്മിണി പറഞ്ഞു. സന്ദർശന റിപ്പോർട്ട് കേന്ദ്ര കൃഷിമന്ത്രിക്ക് നൽകുമെന്ന് അവർ അറിയിച്ചു. രാജ്യവ്യാപകമായി BSNL 4G സേവനം നാളെ മുതൽ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒഡീഷയിൽ നിർവഹിക്കും. പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് BSNL 4G സേവനങ്ങൾ നൽകുന്നത്. 5G സേവനങ്ങളും ഈ വർഷം തന്നെ നൽകാനാണ് BSNL പദ്ധതി ഇടുന്നത്. ഫോൺ കണക്ഷനുകൾ എടുത്തവരുടെ എണ്ണത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും BSNL കേരള സർക്കിൾ രാജ്യത്ത് ഒന്നാമതെത്തിയതായി ചീഫ് ജനറൽ മാനേജർ R. സജികുമാർ. BSNL 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന 4G ടവറുകളിൽ 317 എണ്ണം കേരള സർക്കിളിൽ ആണെന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തെ ജനവാസ മേഖലകളിൽ 98% പ്രദേശത്തും BSNL 4G സേവനം ലഭ്യമാക്കി കഴിഞ്ഞു. സേവനങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഇടവലക്കുടി, മറയൂർ, ഗവി, റാണിപുരം, ബോണക്കാട്, നെല്ലിയാമ്പതി തുടങ്ങിയ വിദൂര പ്രദേശങ്ങൾ, കക്കി, മുഴിയാർ, ഷോളയാർ, പെരിങ്ങൽകുത്ത് ഡാം അടക്കമുള്ള KSEB പ്രൊജക്ട് സൈറ്റുകൾ എന്നിവ സേവനം ലഭ്യമാക്കിയ ശ്രദ്ധേയമായ ഇടങ്ങളിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഭാരത് നിധി ഫണ്ട് ഉപയോഗിച്ച് ലക്ഷദ്വീപിലെ ജനവാസമുള്ള 10 ദ്വീപുകളിലും സുഹേലി ദ്വീപിലും 4G സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ eSIM ലഭ്യമാക്കാൻ BSNL പദ്ധതിയിടുന്നുണ്ട്. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 30-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ നിയമസഭാ സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ 4-ലേക്ക് മാറ്റി. ചരക്ക് സേവന നികുതിയുടെ മാറ്റം, അപ്രതീക്ഷിതമായ കനത്ത മഴ എന്നിവയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ചാണ് നറുക്കെടുപ്പ് മാറ്റിവച്ചത്. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വന്ന GST ഘടന പരിഷ്കാരങ്ങൾ നികുതി ഘടനയെ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി മാറ്റി. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും കർഷകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് നിരക്ക് മാറ്റം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണം സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇത്തരമൊരു സംഭാഷണം നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഈ വർഷം ഇതുവരെ 2417 ഇന്ത്യക്കാരെയാണ് അമേരിക്ക മടക്കി അയച്ചത്. റഷ്യൻ സേനയിൽ അവസരം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾക്ക് നേരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജീവന് തന്നെ ഭീഷണിയായി ഇത് മാറിയേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം നിലവിൽ 27 ഇന്ത്യൻ പൌരന്മാരാണ് റഷ്യൻ സേനയിൽ പ്രവർത്തിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് വിപ്ലവത്തിലൂടെ രാജ്യത്ത് സാധ്യമാക്കിയ പരിവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ബ്രോഡ്ബാൻഡിന്റെയും അതിവേഗ മൊബൈൽ നെറ്റ്വർക്കുകളുടെയും പിന്തുണയോടെ നഗര ഗ്രാമ ഭേദമില്ലാതെ രാജ്യം മാറ്റത്തിന്റെ പാതയിൽ മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് നെറ്റ് പദ്ധതി ഇതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഗ്രാമങ്ങൾ നഗരങ്ങളെ മറികടക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. साथियों, भारत के गांवों में इंटरनेट का उपयोग करने वालों की संख्या कभी शहरी लोगों से ज्यादा हो जाएगी, ये कुछ साल पहले तक सोचना भी मुश्किल था. गांव की महिलाएं, किसान, गांव के युवा भी इतनी आसानी से इंटरनेट का इस्तेमाल करेंगे, इस पर भी बहुत लोग सवाल उठाते थे. लेकिन अब ये सारी स्थितियां बदल चुकी हैं. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച നാളെയും മറ്റന്നാളും ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് സംസാരിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന അമൃതവർഷം പരിപാടിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം അദ്ദേഹം നാളെ പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും പരിപാടിയിൽ സന്നിഹിതനാവും. BJP സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് നാളെ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കൾക്ക് പുറമെ 400ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും സമകാലിക വിഷയങ്ങളിലെ സമരപരിപാടികളും സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. PWD റോഡുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അടിയന്തരമായി മാറ്റാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം നേരിയ ശമനമുണ്ടെങ്കിലും ഗ്രാമീണ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. തമ്പാനൂർ, കിഴക്കേക്കോട്ട, ബേക്കറി ജംഗ്ഷൻ തുടങ്ങി നഗരത്തിലെ 14 ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ഇവിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കാട്ടാക്കടയിൽ 5 വീടുകളിൽ വെള്ളം കയറി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടിയും മങ്കയവും താൽക്കാലികമായി അടച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെയും നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫൈനൽ മത്സരം മറ്റന്നാൾ നടക്കും. വയനാട് പുലിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സുനീഷിനാണ് വീടിന് സമീപം വെച്ച് ഇന്ന് ഉച്ചയോടെ പരിക്കേറ്റത്. 6ഓളം കുട്ടികൾ ഒന്നിച്ചു വരുന്നതിനിടയിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തി. സ്വസ്ഥ നാരി സശക്ത് പരിവാർ ഇടുക്കി ജില്ലാതല ക്യാമ്പയിൻ മുരിക്കാശ്ശേരിയിൽ നടന്നു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 126ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തി. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കക്കാട് ആറിലേക്ക് ഒഴുക്കിവിടും. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് രാജ്യത്തിന്റെ വീരോചിതമായ വിട. ഇന്ത്യയുടെ അഭിമാനമാണ് MiG-21 വിമാനങ്ങളെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എത്തിയ കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിൽ സന്ദർശനം പൂർത്തിയാക്കി. രാജ്യവ്യാപകമായി 4G സേവനങ്ങൾ നാളെ മുതൽ ലഭ്യമാക്കുവാനൊരുങ്ങി BSNL. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ മാസം 30-ന് പൊതു അവധി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.